ഹലോ ചേട്ടാ. ഹലോ മെലിനി, ചുമ്മാ ഇറങ്ങിയതാണോ? ഇരിക്കി. ചേട്ടാ, പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും കൂടിയാണ്. ചേട്ടൻ ഈ ഷോറൂമിനകത്ത് നിൽക്കാതെ വാ, നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോവാം, എന്നിട്ട് നമുക്ക് അവിടുന്ന് സംസാരിക്കാം. എന്നാ വാ പോയേക്കാം. ചേട്ടാ, ഞാൻ ഈയിടെ കുറച്ച് റീൽസ് ഒക്കെ കാണാനിടയെ അതിൽ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അതിന് കാരണം എന്താ ചേട്ടാ? ഡൽഹിയിലെ വെഹിക്കിളിന് വില കുറയാൻ കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീസൽ വെഹിക്കിൾ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2010 തുടങ്ങിയുള്ള വെഹിക്കിൾ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ 2010 തുടങ്ങിയുള്ള വെഹിക്കിൾ, അതായത് ഏകദേശം ഒരു 2015-16 വരെയുള്ള വെഹിക്കിളിന് ഭയങ്കര വില കുറവാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അത്രയും പൈസക്ക് ഇവിടെ വെഹിക്കിൾ മേടിച്ചിട്ട് ഇവിടുത്തെ റോഡ് ടാക്സ് 22% ആണ്. ഈ 22% നമുക്ക് അടക്കാൻ നേരത്ത് നമ്മളിവിടെ കേരള വണ്ടി മേടിക്കുന്ന അതേ പ്രൈസ് ആവും. നമ്മൾ അവിടെ എത്ര നാൾ ഉപയോഗിച്ചോ അത് കഴിഞ്ഞിട്ട് ബാലൻസ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ ഒരു 10 ഇയേഴ്സ് ഉപയോഗിച്ചെന്ന് വിചാരിച്ചോ, 2015 വെഹിക്കിൾ മേടിക്കുമ്പോൾ 10 ഇയേഴ്സ് ഉപയോഗിച്ചെന്ന് വിചാരിച്ചോ, ഇവിടെ നമുക്ക് 15 ഇയേഴ്സ് ആണ് റോഡ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ലൈഫ് ടൈം റോഡ് ടാക്സ് എന്ന് പറയുന്നത് 15 ഇയേഴ്സ് ആണ്. അപ്പൊ ബാക്കി 5 ഇയേഴ്സിന്റെ റോഡ് ടാക്സ് എടുക്കണം. അപ്പൊ അതായത് അന്നത്തെ ഷോറൂം പ്രൈസിന്റെ 5 ഇയേഴ്സ് റോഡ് ടാക്സ് ഇവിടെ കേരളത്തിൽ നമ്മൾ വെഹിക്കിൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്തു വരുമ്പോൾ നമുക്ക് ഏകദേശം ഡൽഹി വെഹിക്കിളിന്റെ അതേ പ്രൈസിൽ നമുക്ക് കേരള വണ്ടി നമുക്ക് കിട്ടും. അതാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയോ, അവിടെ ഒരു വെഹിക്കിൾ മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെഹിക്കിൾ കൊണ്ടുവരുന്ന ചാർജ്, അപ്പൊ നമ്മളിപ്പോ ഒരാളായിട്ട് പോകണം, നമുക്ക് എങ്ങനെ വന്നാലും നമ്മൾ ഒരാളും കൂടി നമുക്ക് സഹായിക്കാനുണ്ടാവും. അതുകൂടാണ്ട് നമുക്ക് അവിടെ ഒരാൾ നമുക്ക് വെഹിക്കിൾ നോക്കാനുണ്ടാവും. അപ്പൊ 3 പേര് എക്സ്പെൻസ്, അതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമൊന്നുമില്ല, ഒരു കുറച്ച് ലാഭവും നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല, അതായത് നമുക്ക് ഒരിക്കലും ഡൽഹി വെഹിക്കിൾ വെച്ച് നമുക്ക് ട്രസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഓയിൽ ചേഞ്ച്, അതായത് പീരിയോഡിക്കൽ സർവീസ് മാത്രം അവിടെ ചെയ്തിട്ട് ആക്സിഡന്റ് സർവീസ് ഒക്കെ പുറത്ത് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് മാറിയില്ല, 2010 വെഹിക്കിളിന്റെ ഗ്ലാസ് 2015 മാറി, അതായത് നമ്മുടെ വെഹിക്കിളിന്റെ ഗ്ലാസ് മാറി. അത് നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, അവർ ആ 2015 ഗ്ലാസ് തന്നെ നമുക്കത് അവർക്ക് മാനുഫാക്ചർ ചെയ്ത് പുറത്ത് തന്നെ അത് സെറ്റാക്കി ഇടാം. ആ ഗ്ലാസ് തന്നെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ല സംഭവം, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ നന്നായിട്ട് ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ട്. അതായത് വേറൊന്നുമല്ല, നമുക്കിപ്പോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രീ ഓൺഡ് ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്കാർ അംഗീകൃത ലൈസൻസ് ഉള്ള ഡീലർഷിപ്പ് കേരളത്തിൽ ഉണ്ട്. അവരവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് നിന്ന് മേടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിലെ ഓൾമോസ്റ്റ് പ്രൈസ് ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭമില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ വെഹിക്കിൾ മേടിക്കുമ്പോൾ ശരിക്കും ഓതറൈസ്ഡ് പ്രീ ഓൺഡ് കാർ ഡീലറിൽ നിന്ന് തന്നെ ലക്ഷറി കാർ മേടിക്കണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. കാരണം ഇത് ഒത്തിരി പേര് ഇപ്പൊ ഡൽഹിയിൽ വില കുറവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും വഞ്ചിക്കണേണ്. കാരണം നമ്മുടെ അഡ്വർടൈസ്മെന്റ് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഭയങ്കര 5 ലക്ഷം രൂപ കാറ്, 6 ലക്ഷം രൂപ കാറ്. ഇത് ഏതാണ് കാറ്? 2010 മോഡലാണ്. ഈ പറഞ്ഞ 2010, 12, 13 മോഡൽ ഇതൊക്കെയുള്ള പഴയ വെഹിക്കിളാണ് അവർ 5 ലക്ഷം, 6 ലക്ഷം, 3 ലക്ഷം. ഞാൻ ഇതുപോലെ തന്നെ നിന്റെ ഈ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ ഞെട്ടിപ്പോകുന്നത് എങ്ങനെ ഇടയുന്നു. അപ്പൊ ആളുകൾ എന്താണെന്ന് പറയും, മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണേണ്. വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഡ്രൈവിലേക്ക് പല ആൾക്കാർ ഇതുപോലെ വിളിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വില കൂട്ടി വെഹിക്കിൾ വിൽക്കുന്നത്? അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താണ്, ഞങ്ങളുടെ കേരള വണ്ടികളാണ് ഞങ്ങൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. നമ്മൾ 1-2 ഡൽഹി വണ്ടികളൊക്കെ നീ തന്നെ ഒരു റീൽ എടുത്തിട്ടില്ലേ, അതെന്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് അത് നല്ല കാറായിരുന്നു, നല്ല സർവീസ് ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഈ റോഡ് ടാക്സും അതും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കസ്റ്റമർ തന്നെ എന്നോട് ചോദിച്ചു. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു Audi A6 എന്നെ കൂടെ ചെയ്യിപ്പിച്ചില്ലേ, അതിന്റെ റോഡ് ടാക്സ് ഒക്കെ കൂട്ടി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള വണ്ടിക്ക് അതുപോലത്തെ ഒരു വെഹിക്കിൾ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കേരള വണ്ടി ആ പ്രൈസിൽ കിട്ടും. അപ്പൊ കസ്റ്റമർ ചോദിക്കണേന് എനിക്ക് മറുപടി പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി വണ്ടികൾ അങ്ങനെ അത്ര വിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. പിന്നെ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ ഒന്ന് വിറ്റ് തരൂ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനത് പാർക്ക് ആൻഡ് സെയിലായിട്ട് ഇവിടെ വിൽക്കുന്നത്. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള വണ്ടികൾ തന്നെയാണ്. പക്ഷെ എപ്പോഴും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള വണ്ടികൾ എടുക്കുന്നതിന് തന്നെ നല്ലത്. കാരണം നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സർവീസ് ഹിസ്റ്ററി കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളുടെ പോലുള്ള പ്രീ ഓൺഡ് ഓതറൈസ്ഡ് ഡീലറിന്റെ അടുത്ത് എടുത്താൽ നമുക്ക് ഒരിക്കലും അവർ അങ്ങനെ ഒരു ഉടായ്പ വണ്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ തല്ലിക്കുട്ടിയ വണ്ടികളൊന്നും വിൽക്കാൻ ചാൻസസ് കുറവാണ്. കാരണം അവരുടെ റെപ്യൂട്ടേഷൻ പോകില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് വിൽക്കില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും വെഹിക്കിൾ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെയാണ്, കേരളത്തിൽ ഉപയോഗിക്കാനാണെങ്കിൽ കേരളത്തിൽ തന്നെ എടുക്കുന്നത് തന്നെ ഞാൻ പറയുള്ളൂ. മനസ്സിലായ? അതിന്റെ കാരണം ഇതാണ്. ഇനി നിനക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഡൽഹി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഒരിക്കലും അവർ തരാൻ ചാൻസ് ഇല്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെഹിക്കിളിന്റെ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അവരൊരു എക്സൽ ഷീറ്റിലാണ് സാധാരണ അടിച്ചത്. അത് അവർ മാനിക്കുലേറ്റ് ചെയ്യുന്നതാണ്.
ശരിക്കും സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ സർവീസ് ചെയ്താലും അവരുടെ ലെറ്റർ ഹെഡിൽ കറക്റ്റായിട്ട് ഏത് ഡീലർഷിപ്പിലാണ് ആ വെഹിക്കിൾ സർവീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ആ പ്രിന്റ് ഔട്ട് അതിൽ തന്നെ കിട്ടും. അത് ഒരിക്കലും ഡൽഹി വെഹിക്കിളിൽ നിന്ന് കിട്ടാറില്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ ഡൽഹിയിൽ നിന്ന് എവിടെയാണോ വണ്ടി സർവീസ് ചെയ്തത് അതിന്റെ കറക്റ്റ് ഹിസ്റ്ററി നമ്മൾ എടുക്കുക. അത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് പെയിന്റിന്റെ കോട്ട് ചെക്ക് ചെയ്യാവുന്ന, റീപ്ലേസ്മെന്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ മെഷീൻസ് ഒക്കെ ഉണ്ട്. ഒന്നല്ലെങ്കിൽ അതല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേറ്റർ, വെഹിക്കിൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേറ്റർ നമ്മൾ വിളിച്ചൊന്നും പോയിട്ട് നമ്മളത് അയാളെ കൊണ്ട് അതിന്റെ ബോഡി കംപ്ലീറ്റ്, അതിന്റെ വെഹിക്കിളിനെ ഫുൾ ഇവാലുവേഷൻ ചെയ്യിപ്പിക്കാം. മാത്രമല്ല നമുക്ക് ഈ വെഹിക്കിളിൽ വേറെ പ്രത്യേകിച്ച് ഇത് സോഫ്റ്റ്വെയർ ചെയ്ത വെഹിക്കിൾ ആയതുകൊണ്ട് ഇത് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഫുൾ സ്കാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് നമുക്ക് ഏതെങ്കിലും ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ കൊണ്ടുപോയിട്ട് വെഹിക്കിൾ ഫുൾ ആയിട്ട് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഇനി കംപ്ലൈൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോവുക. എന്നിട്ട് അയാളോടൊപ്പം തന്നെ ഒരു ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ ചെന്നിട്ട് നമുക്ക് ഈ വെഹിക്കിൾ ഫുള്ളായിട്ട് സ്കാൻ ചെയ്യണം, എന്നിട്ടേ മേടിക്കാവും. ഇതെല്ലാം ചെയ്ത് മേടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഈ 2015-16 എബോവ് രജിസ്ട്രേഷൻ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉള്ള വെഹിക്കിളിന് അല്ലെങ്കിൽ മോഡൽ കൂടിയ വെഹിക്കിളിന് ആരും അവിടെ പോയി മേടിക്കില്ല. എന്താ കാരണം? നഷ്ടമാണ്. കാരണം അത് അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും സെയിം ആണ്. ആകെ ആളുകൾ മേടിക്കുന്നത് എന്താ? 2010 തുടങ്ങിയിട്ടുള്ള വെഹിക്കിളാണ് മേടിക്കുന്നത്. 2010 തുടങ്ങി 11, 12, 13, 14, 15 മനസ്സിലായോ? ആ വെഹിക്കിൾ മേടിക്കുന്നത് അത് അവിടെ നിർത്തലാക്കിയതാണ്, അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അതിന് വില കുറച്ച് കിട്ടുന്നത്. അതും എന്ന് പറയുന്നത് ഡൽഹി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മനുഷ്യനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഫെസിലിറ്റിയാണ് ഡൽഹിയിലുള്ളത്. ആൾക്കാർ ചോദിക്കും നീ ആരാടാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാണെന്ന് പറയും, എന്താണെന്ന് ചോദിക്കുമല്ലോ. കാരണം ഞാൻ ഓട്ടോമൊബൈലിൽ വന്നിട്ട് 20 years ആയി. അപ്പൊ അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഏകദേശം ഒരു 1000 കാറ്, നമ്മൾ ലക്ഷറി കാർ മാത്രം ഞാൻ പുതിയത് വിറ്റിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. ഈ പറഞ്ഞ ജോലി ചെയ്തതും ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലാണ്. ഞാൻ പോസ്റ്ററിൽ തുടങ്ങിയിട്ട് എന്റെ ഏകദേശം 300 above കാർസ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് അത് ഞാൻ തന്നെ വിട്ടിട്ടുണ്ട്. കാരണം സെയിൽസ് നോക്കുന്നത് ഇപ്പോഴും പോസ്റ്റ് ഡ്രൈവിൽ ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, എങ്കിലും കസ്റ്റമറെ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ബാക്കപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള വെഹിക്കിൾ തന്നെ എടുക്കാനാണ് എന്റെ സജഷൻ. ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡൽഹി വണ്ടി എടുത്തിട്ട് വഞ്ചിതരാകരുത് എന്ന് എനിക്ക് നിങ്ങളോട് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജോലിയിൽ നല്ല എത്തിക്സോടെയാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്നെ ആയിട്ട് ചില ആൾക്കാർ ട്രാൻസ്പെറന്റ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. കാരണം എല്ലാവർക്കും വേണ്ടതാണ് പ്രൈസ്. ഇത്ര പ്രൈസ് നിങ്ങൾക്ക് വില കൂടില്ല, നിങ്ങൾ ഇത്ര വിലക്ക് കൊടുക്കണം. എന്താണ് ഇങ്ങനെ അവിടെ നിന്ന് അവരെ അങ്ങനെ വില കുറഞ്ഞു, ഇതിനെങ്ങനെ വില കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാകുന്നത്. ഞാൻ ഇത്രയും വെഹിക്കിൾ വിറ്റതുകൊണ്ടുള്ള ഞാൻ അത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി വണ്ടികൾ പൂർണ്ണമായിട്ടും നമുക്ക് ട്രസ്റ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഇപ്പൊ എന്തോരം കസ്റ്റമേഴ്സ് ആണെന്നറിയോ, ഇത് മേടിച്ചിട്ട് എന്റെ അടുത്ത് വിറ്റ് തരുമോ എന്ന് ചോദിക്കണം. എന്തോരം കസ്റ്റമർ ആണെന്നറിയാവോ? പിന്നെ ഇവിടെ തന്നെ കുറെ ലോക്കൽ ബ്രോക്കേഴ്സും കുറെ ആൾക്കാരും ഇപ്പൊ ഈ മറ്റേ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ബൂം അല്ലാത്തതുകൊണ്ട് ഈ വെഹിക്കിളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിനക്ക് വണ്ടി തന്നു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എനിക്ക് വിറ്റ് വരുമോ എന്ന് ചോദിച്ചാലുണ്ടല്ലോ, അവരോട് തന്നെ ചോദിക്കുക നീ മേടിച്ച വണ്ടിയുടെ വില എത്രക്ക് തിരിച്ചെടുക്കുമെന്ന്. അവർ പറയുന്ന വില കേൾക്കുമ്പോൾ തന്നെ നിന്റെ കിളി പോകും. കാരണം എന്താണെന്നറിയോ, നമ്മളപ്പം ആലോചിക്കും നമ്മൾ വഞ്ചിതരായി എന്ന് അപ്പം നമുക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും വില കുറച്ചേ പറയുള്ളൂ. പിന്നെ ചിലവർ ഫോൺ പോലും എടുക്കൂല, വെഹിക്കിൾ തന്നാൽ പിന്നെ ഫോൺ പോലും എടുക്കൂല. കാരണം എന്താണ്? അവർക്കറിയാം ഈ വെഹിക്കിൾ ഇങ്ങനത്തെ കണ്ടീഷനാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വെഹിക്കിൾ ആണെന്ന്. അപ്പൊ അതുകൊണ്ട് അവർ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ വണ്ടി എനിക്ക് വിറ്റ് തരുമെന്ന് ചോദിച്ചിട്ട് കൊടുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തോരം കസ്റ്റമേഴ്സ് ആണെന്ന് അറിയോ പോസ്റ്ററിൽ വരുന്നത്. ഞാൻ എടുക്കൂല എന്ന് പറയും. കാരണം എന്നറിയോ, നമുക്ക് എന്നെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെഹിക്കിൾ കൊടുക്കുക, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് അധികം വെഹിക്കിൾ വിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്കൊരു സംതൃപ്തി വേണം നമ്മൾ കൊടുക്കുന്ന വെഹിക്കിൾ. കാരണം നമ്മളൊരു ഇതിനൊരു എത്തിക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ലൈഫ് ലോങ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പോസ്റ്റ് ഡ്രൈവ് ആണ്. ഇനി മെലനിക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനി ഞാൻ ഒരു കാര്യം പറയണം, ഡൽഹി വണ്ടി നീ ഇനി മേടിക്കോ? ഡൽഹി വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നീ വെറും വണ്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അപ്പൊ എന്നോട് ചോദിച്ചിട്ടേ ഇനി എന്തെങ്കിലും വെഹിക്കിളൊക്കെ മേടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയെന്നും ഇൻഫോർമേറ്റീവ് ആയെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും പോസ്റ്റ് ഡ്രൈവിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, കൂടെ ഒരു ലൈക്കും കമന്റും. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിന ആശംസകൾ നേരുന്നു. പോസ്റ്റ് ഡ്രൈവ് ഗിയർ ടു ദ നെക്സ്റ്റ് ലെവൽ.